ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം. പ്രബോധനം മുറുകെ പിടിക്ക, വിട്ട് കളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിൻ്റെ ജീവനല്ലോ എന്ന് ആർപ്പിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരുടെ പ്രബോധനങ്ങളെക്കുറിച്ച് ഒന്നോർപ്പിക്കുവാനാണ് ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളും പ്രബോധനങ്ങളും ഉപദേശങ്ങളുമൊക്കെ വല്ലാത്ത അസഹിഷ്ണുത ഉളവാക്കാറുണ്ട്. എങ്കിലും ആഴമായിട്ടുള്ള ചില പ്രബോധനങ്ങൾ, ചില ഉപദേശങ്ങൾ നാം കേൾക്കുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് നമ്മെ തന്നെ വിനയപ്പെടുത്തുകയും ചെയ്യുന്നു എങ്കിൽ അത് നമുക്ക് ജീവന് കാരണമായി തീരുമെന്ന് ഓർപ്പിക്കുമ്പോൾ തന്നെ കേൾക്കേണ്ട ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ അതിൻ്റെ നിലയിൽ കേൾക്കുവാനും സൂക്ഷിക്കുവാനും കാരണമാകാഞ്ഞതുകൊണ്ട് അകാരണമായ വേദനകളിലൂടെയും നഷ്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നവരും ബൈബിളിൽ കാണപ്പെടുന്നുണ്ട്. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെ വാക്യങ്ങൾക്കകത്ത് വായിക്കുന്ന പ്രകാരം ഹെബ്രോൻ ഒരു സങ്കേത നഗരമാണ്. ജീവിതത്തിൽ എതിരാളികൾ ഉണ്ടാകുമ്പോൾ, ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ സങ്കേത നഗരത്തിലേക്ക് കടന്നു പോകുവാനും അവിടെ അവരായിരിക്കുന്നിടത്തോളം കാലം ശത്രുവിന് അവരെ വകവരുത്തുവാൻ കഴിയുകയില്ലെന്നുമുള്ള ആഴമായ ദൈവവചനത്തിൻ്റെ പ്രബോധന സത്യം നിലനിൽക്കെ അബ്നേർ എന്ന് പറയുന്നതായ മനുഷ്യൻ എതിരാളികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് സങ്കേത നഗരമാകുന്ന ഹെബ്രോനിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. ആ ഹെബ്രോനിൽ താൻ സുരക്ഷിതനായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകരുതെന്നും പുറത്തേക്ക് പോയാൽ നിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നുമുള്ള ആഴമായ പ്രബോധനങ്ങളും സത്യങ്ങളും അറിഞ്ഞിരിക്കെ വേണ്ടതുപോലെ അതിനെ അംഗീകരിപ്പാനും അതിൻ പ്രകാരം തന്നെ തന്നെ സൂക്ഷിക്കുവാനും മനസ്സു വയ്ക്കാതെ ആ പ്രബോധന വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് ഹെബ്രോനിലേക്ക് കടന്നു വന്നിരിക്കുന്ന യോബാവ് ഒരു സുകാര്യം പറയുവാൻ എന്ന് പറഞ്ഞ് അബ്നേറിനെ വിളിക്കുമ്പോൾ താൻ ശ്രദ്ധിക്കേണ്ട പ്രബോധനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് തന്നോട് കൂടെ പുറത്തേക്ക് നടന്നു വരികയും ഹെബ്രോൻ്റെ പടിവാതിലിന് പുറത്തു വന്നപ്പോൾ തൻ്റെ രക്തപ്രതികാരമായി തന്നെ കൊന്നുകളയുവാനും അത് കാരണമായി തീർന്നു എന്ന് പറയുമ്പോൾ അബ്നേറിൻ്റെ മരണത്തിന് മുമ്പിൽ ദാവീദ് രാജാവ് അബ്നേറെ, നീ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴും ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ആഴമായ സങ്കേത നഗരത്തെക്കുറിച്ചുള്ള പ്രബോധനവും ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ പ്രബോധനങ്ങളെ കേട്ടനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയും അബ്നേർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് തനിക്ക് ഒരു മരണത്തിലേക്ക് നീക്കപ്പെടുവാൻ കാരണമായി തീർന്നത് എന്നോർപ്പിക്കുക തന്നെയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ഉൾക്കൊള്ളേണ്ട, അംഗീകരിക്കേണ്ട, തള്ളിക്കളയുവാൻ പാടില്ലാത്ത
ശ്രേഷ്ഠമായ പ്രബോധനങ്ങളെ നമ്മുടെ ജീവൻ്റെ ആഴത്തിന് ആവശ്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കേട്ടനുസരിപ്പാനും ആ തലത്തിൽ ജീവിപ്പാനും നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമായ പ്രബോധന സത്യങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് നടത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.